വെൽക്കം ബാക്ക് ഗൈസ്. ഈ പ്രതിമ ആരുടേതാണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? മഹാരാഷ്ട്രയിൽ പൂനെയിലെ ബോസറിയിലാണ് ഈ പ്രതിമയുള്ളത് ഗൈസ്. അപ്പോൾ പൂനെ ഇൻ്റർനാഷണൽ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെൻറ്ററിനകത്താണ് ഈ പ്രതിമയുള്ളത്. പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല ഗാംഭീര്യവും പ്രൗഢിയൊക്കെ ഉള്ള പ്രതിമയാണ്. നമ്മൾ അകത്ത് കയറി നോക്കുമ്പോൾ വലിയൊരു ഓപ്പൺ ഗ്രൗണ്ടാണ്. ഒരു 5-8 ടീം ഇവിടെ ക്രിക്കറ്റ് ഇപ്പോൾ തന്നെ കളിക്കുന്നുണ്ട്. ഞാൻ മൊത്തമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോയിൽ ആഡാക്കിയിട്ടില്ല. പിന്നെ ക്രിക്കറ്റ് മാത്രമല്ല, അത്ലറ്റിക്സ് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ സ്പോർട്സ് ഇവൻറ്റ്സ് എല്ലാത്തിനും പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ പ്രതിമ ആരുടേതാണെന്ന് പറഞ്ഞില്ലല്ലോ. ഛത്രപതി ശിവജി മഹാരാജാവിൻ്റെ മകനായിട്ടുള്ള ഛത്രപതി ശംഭാജി മഹാരാജാവിൻ്റെയാണ് ഈ പ്രതിമ. സിംഹത്തിൻ്റെ മേലേക്ക് ചവിട്ടി നിൽക്കുന്നത് ആള് ഭയങ്കര പ്രൗഢി ആയിട്ടുള്ള ഒരു പ്രതിമ തന്നെയാണ് കേട്ടോ. ബ്രോൺസ് ആണ് ഈ പ്രതിമയുടെ മെറ്റീരിയൽ. 110 കോടി രൂപയാണ് ഇതിൻ്റെ ചിലവ്. 180 അടി മൊത്തം ഉയരത്തിനുണ്ട്. ഇതിൽ ഒരു നല്ല കാര്യമില്ലാത്തത് കാണുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതാണ്ട് ഇവിടുന്ന് ഒരു കുറച്ച് കിലോമീറ്റർ അപ്പുറം നമുക്കൊരു മല കാണാം. ഒരു വലിയ ഗാർബേജ് ഹില്ലാണ് ആ കാണുന്നത്. വേസ്റ്റ് മലയാണ്. അപ്പോൾ 110 കോടി രൂപയുടെ പ്രതിമയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ എതിർവശത്ത് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് ഒരു വൃത്തിഹീനമായൊരു കാര്യമാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ ഇതാ ആളുകളൊക്കെ ഇവിടുന്ന് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഞാൻ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് ഇവിടെ കയറിയത്. ഞാൻ നേരത്തെ കാണിച്ച വേസ്റ്റ് മല ഒഴിച്ച് ബാക്കിയെല്ലാം നല്ല ആംബിയൻസ് ആണ്. കുറച്ച് പേര് ഇവിടെ ഷോർട്ട് പുട്ടിൻ്റെ ട്രെയിനിങ് ഒക്കെ എടുക്കുന്നുണ്ട്. മറാത്ത സാമ്രാജ്യത്തിൻ്റെ ചരിത്രം ജനങ്ങളിലേക്ക്, പുതുതലമുറകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ശംഭു സൃഷ്ടി എന്നാണ് ഈ പ്രൊജക്റ്റിൻ്റെ പേര്. ഇതോടെ തീർന്നിട്ടില്ല. ഇത് ഒരു കൾച്ചറൽ ടൂറിസം സോണാക്കി മാറ്റാൻ കൂടി ഒരു ഉദ്ദേശം ഗവൺമെൻറ്റിന് ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് ക്രിക്കറ്റ് തന്നെ കേട്ടോ. അതുപോലെ തന്നെ നല്ല ക്രിക്കറ്റ് കളിക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ ഫുട്ബോൾ ഉള്ള പോലെ തന്നെ അതിൻ്റെ ഡബിളാണ് ഇവിടുത്തെ ക്രിക്കറ്റിൻ്റെ പ്രാന്തന്മാർ. ഒരു 26-ന് ഇവിടുത്തെ ക്രിക്കറ്റ് ടൂർണമെൻ്റ് ഉണ്ട്, പൂനെ ടൂളിംഗ് അസോസിയേഷൻ്റെ. അപ്പോൾ അന്ന് എന്താവുമെന്ന് നമുക്കറിയാം. ഫുട്ബോളിൻ്റെ ഓൾറെഡി കഴിഞ്ഞു, ഈ ഫൈനലിൽ തോക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ള റോഡിൽ നിന്ന് ഉള്ള ഒരു വ്യൂ ആണ് ശില്പത്തിൻ്റെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. എൻ്റെ കൈ കഴിഞ്ഞാൽ ഈ ഒരു ശില്പത്തെ ഇവിടുത്തെ ആളുകൾ ഇവിടുത്തെ പ്രൈഡായിട്ട് തന്നെ കാണുന്നത്. ഇതെൻ്റെ വണ്ടി കേട്ടോ, കമ്പനി പോയിട്ട് വരാനുള്ള ഇലക്ട്രിക്കാണ് ഈ വീട്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.